Q Developers Comedy നർമ്മോത്സവ വേദിയിലെ കാഴ്ചകൾക്ക് തുടക്കമാകുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. അയ്യോടാ, നിന്റെ ഡാൻസ് അങ്ങോട്ട് പെടുമ്പരി കൊണ്ട് വന്നപ്പോഴത്തേനും കരണ്ടും പോയി. ഞാൻ ഡാൻസ് കളിച്ചല്ലോ. ഇവിടെ തന്നോട് എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു ഈ പാട്ടൊന്ന് നിർത്തുന്നത്. അത് നിർത്താൻ ഇത്ര നേരം ഞാൻ തന്നോട് കാണിച്ചുകൊണ്ടിരുന്നത് അറിയോ? അത് നിർത്താൻ വേണ്ടി നീ ഇങ്ങനെ കാണിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ വെസ്റ്റേൺ ഡാൻസിനനുസരിച്ച് നീ സ്റ്റെപ്പ് ഉണ്ടാക്കുമെന്നല്ല ഞാൻ വിചാരിച്ചു. ആ സമയത്ത് തന്നെ നശിച്ച കരണ്ടും പോയി. എങ്ങനെ പോകാതിരിക്കണത്? ഇവിടെ കഴിഞ്ഞ തവണ തന്നോട് ഞാൻ കറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടി കറണ്ടിന്റെ ബില്ല് വന്നേക്കണെന്ന് പറഞ്ഞ് തന്നെ എത്ര തവണ ഞാൻ തന്നെ ഫോണിൽ വിളിച്ച് എടുത്താൻ ഫോണൊന്നും എടുത്താ? അതിനെനിക്ക് ഫോണില്ല. ഇവിടെ ഫോണില്ലെങ്കിൽ തനിക്ക് ഫോൺ എടുത്താൽ എന്താന്ന് ഇവനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൂടാ? ഫോണില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ ഫോണില്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിക്കുമ്പോ തനിക്ക് ഫോൺ എടുത്താൽ എന്താ? എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. എനിക്ക് സൗകര്യമില്ല ഫോൺ എടുക്കാൻ. നീ ആരാ? ഇവിടെ ഞാൻ ഫോൺ വിളിക്കുമ്പോ തനിക്ക് ഫോൺ എടുത്താൽ നിർത്താൻ പറഞ്ഞില്ല. കുറെ നേരമായിട്ട് മനുഷ്യനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് സഹിക്കുക. എന്ത് ബഹളം, എന്തോടോ പ്രശ്നം? എന്റെ പൊന്നു കൂട്ടുകാരെ, എനിക്ക് ഫോണില്ലെന്ന് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഫോൺ വിളിക്കുമ്പോ തനിക്ക് ഫോൺ എടുത്താൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്നാ വർത്താനോടോ ഒരുത്തൻ അത്യാവശ്യം തന്നെ കിടന്ന് വിളിക്കുമ്പോ താൻ ഈ ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഭാര്യ കട്ട് ചെയ്തിട്ട് അയാളെ വിളിച്ചൂടെ? പിന്നെ സ്വന്തം ഭാര്യനെ കട്ട് ചെയ്തിട്ട് ഇവനെ പോലുള്ളവർ സംസാരിക്കാൻ എനിക്ക് വേറെ പണിയുണ്ട്. എടോ, ഞാൻ ഫോൺ വിളിക്കുമ്പോ തനിക്ക് ഫോൺ എടുത്താൽ തന്റെ തല പൊട്ടിത്തെറിക്കും. എന്റെ സുഹൃത്തെ, ഞാനും എന്റെ ഭാര്യ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കായിരുന്നെന്ന്. അതെന്നാ വർത്താനാന്നായി ഞാൻ ഈ ചോദിക്കുന്നത്. ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് കിടന്ന് തന്നെ വിളിക്കുമ്പോ താൻ ഭാര്യയായിട്ട് വീഡിയോ ചാറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നാ മതിയോ? വീഡിയോ ചാറ്റും ചീറ്റൊന്നും അല്ലത്. എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മൊബൈൽ ഫോൺ ഇല്ല. എടോ, അത് തന്നെയാണ് തന്നോട് ഞാൻ പറഞ്ഞു വരുന്നത്. എടോ, തന്നെ ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് തനിക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ? തന്നത് കാശ് കൊടുത്തൊരു ഫോൺ മേടിച്ചാൽ എന്താണെന്ന്? കാശ് കൊടുത്ത് ഫോൺ മേടിക്കണ കേസാണ് സംസാരിച്ചത്. ഞാൻ വിചാരിച്ച എന്നെ വിളിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം എടുക്കാഞ്ഞിട്ടുള്ള പ്രശ്നമായിരിക്കും. ഫോണുണ്ട്. അതല്ല, താനൊന്ന് ഫോണുണ്ടോന്ന് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് നടക്കണിങ്ങനെ. എന്റെ ഭാര്യ കയറി പിടിക്കുന്നതാ. ഇതാരാണോ ഇത്? നമ്മുടെ നാടകക്കാരൻ രമണനല്ലടാ അത്. അവനെന്നെ ഈ വാലിന് തീ പിടിച്ച പോലെ കിടന്നിങ്ങനെ ഓടണം. ഭാര്യനെ സംശയം തുടങ്ങിയത്. ഭാര്യനെ സംശയം തുടങ്ങി കഴിഞ്ഞാൽ അവൻ അപ്പ ഈ നെട്ടോട്ടോയിരിക്കും. ആണോ? ഓ, കഴിഞ്ഞ ആഴ്ച തൈല് പഠിക്കണമെന്ന് പറഞ്ഞ് വന്ന് കയറിയവനാ. അന്ന് ഞാൻ എടുത്തു കൊടുത്ത ഒരു സൂചിയും നൂലും. ഇതുവരെ ആ സൂചിയുടെ ഉള്ളിലേക്ക് അവൻ ആ നൂല് കയറ്റിയിട്ടില്ല. കേറുവാടാ. കേറുവാണെങ്കിൽ അടുത്ത സൂചി തരാം കേട്ടാ. ശിവന്റെ അമ്പലത്തിലെ നാട് നാട്ടുകാർ ഒരു കാലത്തും കൂടെ പിടിക്കുക. തന്നെ പ്രാഗിയല്ല, ഞാൻ ഈ നാട് ഒട്ടുക്ക് പ്രാഗിയ. പിന്നെ അല്ലാണ്ട് ഏത് സമയത്ത് നമ്മളോട് ബസ് കാത്തു വന്ന് നിന്നാലും ശരി, ഒരു കാരണവശാലും ബസ് കിട്ടുകയല്ല. എപ്പോഴെങ്കിലും അത്യാവശ്യം ഒന്ന് വടക്കോട്ട് പോകാന്ന് വിചാരിച്ച് ബസ് കാത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തെക്കോട്ട് എടുത്താലും ശരി, ഒരൊറ്റ ബസ്സും വരികയല്ല. ഈ നാട് നാട്ടുകാർ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. ഈ നാട് ഇനിയെങ്കിലും നന്നാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വൃത്തികെട്ട തയ്യക്കളി ഇവിടുന്ന് എടുത്ത് മാറ്റണം. ആ കൂടുതൽ ഇരിക്കൊന്നും വേണ്ട, ഈ മീൻകട എടുത്ത് കളയണം. ഇനി ഇവിടെ ബസ്സും കാത്തുനിന്ന് വരാൻ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നീ ആ സമയം കൊണ്ട് ആ ബ്ലൗസിനെ കൊണ്ട് അളവ് കൊടുക്കും. എന്റെ ദൈവമേ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. താനെന്താ പൊടി വലിച്ചെടുക്കണം ഇവിടുത്തെ? ഇവിടെ പൊടി വലിച്ചെടുക്കാൻ ഏറ്റവും നല്ല വാക്കും ക്ലീനറോ. തന്റെ മൂക്കും ക്ലീനറോണ്ട് കൂടിയിട്ട് വലിച്ചാൽ വരില്ല, മനസ്സിലായ? മൊത്തം ചീഞ്ഞ മീനാണല്ലേ? എന്തോന്ന് ചീഞ്ഞ മീൻ? ഇത് മൊത്തം ചീഞ്ഞ മീനാണല്ലേ? ആര് പറഞ്ഞു ചീഞ്ഞ മീനാന്ന്? എടോ, ഈ ചാളയുടെ വയറ് വീർത്തിരിക്കണം കണ്ടാൽ അറിയാമല്ലോ. എടോ, ചാളയുടെ വയറ് വീർത്തിരിക്കണം അത് ചീഞ്ഞ മീനായതുകൊണ്ടല്ല. ഈ കിടക്കണ വയറ് വീർത്തിരിക്കണ ചാളയില്ലേ, അതിന്റെ അപ്പുറത്ത് കിടക്കണ മീൻ കണ്ട, അതും പുറംകടലിൽ ചെറിയൊരു പടി കൊടുത്താ മീനിട്ട്. ഇതിന്റെ വയറ് പൊട്ടിക്കിടക്കണ കണ്ടാ ഞങ്ങൾക്ക് അറിയാം ഇത് ചീഞ്ഞതാന്ന് കേട്ടോ. എന്റെ സുഹൃത്തെ, ഒരു കാര്യം എന്താണ്, നീ ഇപ്പൊ റോട്ടിലൂടെ നടന്നു പോണ്, ആ സമയത്ത് പെട്ടെന്ന് നീ ഒന്ന് മറിഞ്ഞു വീണ അവിടെ നിന്റെ വയറൊന്ന് പൊട്ടി, നീ ചീഞ്ഞതാണെന്ന് നാട്ടുകാർ പറയോ? അങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കുകയല്ല. ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഈ W കട്ട് വേണോ, അതോ പുറത്ത് ജനലുള്ള ടൈപ്പ് വേണോ, അതോ എയർപോർട്ട് സ്റ്റൈൽ വേണോ? എനിക്ക് എയർപോർട്ട് സ്റ്റൈൽ മതി. അപ്പൊ പ്ലെയിൻ ഇറക്കാനുള്ള പരിപാടിയാ അല്ലേ? അല്ല, ഇത് ലൂസായിട്ട് വേണോ ഫിറ്റ് ആയിട്ട് വേണോ? ടൈറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. ടൈറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. പിന്നെ ലാമിനേറ്റ് ചെയ്ത് വെക്കട്ടെ, അതല്ല എന്തായാലും ഈ ഗോവിന്ദൻ ചേട്ടന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വി കട്ടാ. അതങ്ങനെ ചെയ്യാം പോരെ? ഗോവിന്ദൻ ചേട്ടൻ വി കെട്ടെന്നും പറഞ്ഞു തുടങ്ങും, അവസാനം എ കട്ടിൽ കൊണ്ട് അവസാനിക്കും. വി എടുത്ത് നേരെ തിരിച്ചങ്ങിടും.
ഗോവിന്ദനെ എനിക്കറിയാം. ഗോവിന്ദൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. ഗോവിന്ദനല്ല ഇദ്ദേഹം, ഗോവിന്ദച്ചാമിയെ. നീ നോക്കി വേണമെങ്കിൽ. ഹലോ ഹലോ ഹലോ, അളവെടുക്കാനേ പറഞ്ഞോളൂ, അളന്നങ്ങ് എടുക്കാൻ പറഞ്ഞില്ല കേട്ടോ. അളവെടുക്കുന്നുള്ളൂ. കൊറേ കാലമായാലോ ഞാൻ എപ്പോ കണ്ണ് നോക്കിയാലും ദേ ഈ യൂണിഫോം ഇതുപോലെ ഇവിടെ കിടക്കുക. കൊറേ കാലമായി ഇതുവരെ കൊണ്ട് കൊടുത്തില്ലേ? അയ്യോ, ഈ യൂണിഫോം തയ്ച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ വീട്ടുകാർക്ക് കൊണ്ട് കൊടുത്തതാ. എന്നിട്ട് അതുകൊണ്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആ ചെറുക്കൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അളവെടുത്തത്. ഇപ്പൊ അവൻ 10ാം ക്ലാസ്സിലായി. ഇതിനിടയ്ക്ക് 8 വർഷം കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. ഇയാളുടെ കാര്യം ഇയാളുടെ കാര്യം തനിക്കറിയാമോ? ദാ കിടക്കുന്ന നിക്കറ് കണ്ട എത്ര ദിവസമായിട്ട് ഇവിടെ കിടക്കണ നിക്കറാന്നറിയാമോ? ഇതേവരെ തയ്ച്ചു കൊടുത്തരണം. എടോ, അത് തയ്ക്കണ എങ്ങനെയാണ്? ഒരു സിനിമാ നിർമ്മാതാവിന്റെ നിക്കറാ അത്. പടം പൊട്ടിപ്പൊളിഞ്ഞ് നിക്കർ എന്ന് പറഞ്ഞ് പുള്ളി കൊണ്ട് ഇട്ടിട്ട് പോയതാ. ഇനി അടുത്ത അവിടെ പിടിക്കാറാകുമ്പോഴത്തേനും തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേനും വരും. എന്റെ ഗോവിന്ദൻ ചേട്ടാ, വലിയ വർത്താനൊന്നും പറയണ്ട. തനിക്ക് ഒരു കൃത്യനിഷ്ഠതയില്ല, ഒരു ഉത്തരവാദിത്വം. എന്താന്നേ? അതുകൊണ്ട് തന്നെയാണ് താൻ സിറ്റിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയല്ലോ. എന്തേ അടച്ചുപൂട്ടി പോയത്? എന്റെ കയ്യിലിരിപ്പൊന്നല്ലത്, ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടുമല്ല. ഞാൻ ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് ഷക്കീല ടെക്സ്റ്റൈൽസ് എന്നാണ് പേരിട്ടത്. അതിനെന്തോടൊപ്പം ഈ ഷക്കീല എന്നുള്ള പേര് കണ്ടപ്പോ നാട്ടുകാർ വിചാരിച്ചു തുണിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ആരും വന്നില്ല. അങ്ങനെ ഞാൻ അത് കൂട്ടിയിട്ട് ഇത് തുടങ്ങി. അപ്പൊ നമ്മുടെ ബ്ലൗസേ, അതായത് ഇപ്പൊ ഏത് ടൈപ്പ് വേണോന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഇയാൾ പടക്കണ നാക്ക് കിടന്ന് പടക്കുന്നല്ല, മീൻ പടക്കുന്നില്ലല്ലോ. എടാ, ഇത്ര നേരം കിടന്ന് പടക്കാണ്, കുറച്ചു നേരം അത് വിശ്രമിക്കട്ടാ. നിന്റെ പടപ്പ് കണ്ടപ്പോ അത് അടങ്ങി ഒതുങ്ങി കിടക്കാണ്. ആ നീയേ ഈ എന്റെ മെക്കിട്ട് കയറാണ്ടത് അത് കണ്ട അവിടെ ഒരു സാധനം കിടന്ന് പടക്കണണ്ട. അതിന്റെ വെണ്ണുമ്പിള്ളാരോട് നോക്കണോ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ഹലോ ഹലോ, പപ്പുച്ചേട്ടനും രതിയും കൂടെ എങ്ങോട്ടാ? ഒരു നിമിഷത്തേക്ക് ഇത് സർപ്പക്കാവാണെന്നും ഞാൻ പപ്പു ആണെന്നും ചിന്തിച്ചു പോയി. സോറി. ഇയാള് പപ്പു ആവാനായിട്ട് അത് രതിയല്ല, എന്റെ ഭാര്യ. നീ ഇനി മേല ഇവിടെ നിൽക്കട്ടെ, നീ പോയി ആ മീൻ എന്തെങ്കിലും വേണം ചെന്ന് നോക്ക്. ചിലപ്പോ തന്നോട് ഞാൻ അത്യാവശ്യം ഒരു പാന്റ് ഷർട്ടും വേണോന്ന് പറഞ്ഞു തുണി കൊണ്ട് തന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് എന്തേലും ഉത്തരവാദിത്തം താൻ തയ്ച്ചു തരുന്നില്ലേ? എന്റെ പൊന്ന് ശശി, ഞാൻ നിനക്കുള്ള പാന്റ് ഷർട്ട് തയ്ച്ചു വെച്ചതാ. ആ സമയത്താണ് നമ്മുടെ പീറ്റർ ഓടി വന്നിട്ട് അവൻ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ നിന്റെ തയ്ച്ചു വെച്ചാണ്, ഇതെടുത്ത് അവൻ അങ്ങ് കൊടുത്തു. പീറ്റർ ഇട്ട് നോക്കിയപ്പോ അവനത് കറക്റ്റ് മീറ്ററാ. പിന്നെ അത് ഇട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ പേടിക്കണ്ടാ, ഉച്ചയ്ക്ക് സോമൻ ഒരു പാന്റ് ഷർട്ടും തയ്ക്കാനുള്ള തുണിയായിട്ട് വരുന്നുണ്ട്. അത് തയ്ച്ച് നിനക്ക് ഇട്ട് തരാം. അപ്പൊ സോമനുള്ളത് ആരെങ്കിലും ഒക്കെ കൊണ്ട തരൂടാ. വാ കീറിട്ടുണ്ടെങ്കിൽ ഏറെ ദൈവം തന്നിരിക്കും. തനിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ആ, എന്റെ ഉത്തരവാദിത്തം കുറവ് നീ പറയൊന്നും വേണ്ട. നിനക്ക് ദേ ഇല്ല, ആ കാണുന്ന കേസിൽ വല്ല ഉത്തരവാദിത്തം ഉണ്ടാ? തരിവളയിളകും തിരയിൽ നിൻമൊഴി കേൾക്കേ ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി 7 കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി രാവിൻ ഈണവുമാ ആരോ. അയ്യോ, അശോകചേട്ടൻ പോയി. അശോകനല്ല പോയി, എന്റെ വായിന്ന് പല്ലോ പോയത്. അശോകൻ പോയിന്നും പറഞ്ഞു കൊടുങ്ങാതെ പൊടി. നീ ഞാൻ പറയാതെ ബസ് സ്റ്റോപ്പിൽ നനങ്ങരുത്. ഇനി നീ മീനും മേടിക്കണ്ട, ബ്ലൗസ് ഇടണ്ട. റെഡിമെയ്ഡ് മതി, അതാ ഉദ്ദേശിച്ചത്. ബസ് സ്റ്റോപ്പിൽ പോയി. ഇനി ഞാൻ പറയാതെ അവിടെ നനങ്ങരുത്. മീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കിക്കോളാം. എന്റെ ദൈവമേ, എന്തൊരു പാടാന്ന് പറയുന്നത്. എടോ, കരിമീനുണ്ടോ? കരിമീനില്ല. പൂമീനോ? പൂമീനില്ല. അല്ല, കിളിമീനുണ്ടോ? കിളിമീൻ പറന്നു പോയി കുറച്ചു മുമ്പ്. ഇവിടെ മീനൊന്നും ഇല്ലേ? മീൻ ഇവിടെ ഇല്ല. ബോട്ട് കടലിട്ട് പോണില്ല. എന്ത്? ബോട്ട് കടലിലേക്ക് പോണില്ലെന്ന്. അപ്പൊ ഈ ബോട്ടൊക്കെ ഇപ്പൊ എങ്ങോട്ടാണ് പോണത്? തനിക്ക് എത്ര രൂപ മീനാ വേണ്ടത്? എനിക്ക് 10 രൂപയുടെ മീൻ. 10 രൂപയുടെ മീൻ. ഇവിടെ 10 രൂപയുടെ മീൻ വേണ്ടി തനിക്ക് ബോട്ടും കപ്പലും പോണ വഴിയാണ് ഇനി പറഞ്ഞു തരണം. പോയിക്കാന്റെ മുന്നിൽ മല്ലിമുളക് കൂടി ഇവിടെ ഇല്ല. മല്ലിമുളകൂടെ അല്ല, എന്റെ ഭാര്യ മല്ലികനെ കണ്ടോ? മല്ലിക ഞാൻ കണ്ടില്ല. താനങ്ങനെ ചെല്ലുക. താനെ ഒന്നും പറഞ്ഞു തരില്ല. ചീഞ്ഞ ചാളയായിട്ടോ ഇരുന്നോ? ചീഞ്ഞ ചാള നിന്റെ പെണ്ണുമൂളുണ്ടല്ലോ, അവളുടെ അത്ര ചീഞ്ഞിട്ടില്ല. ഞാൻ വിൽക്കണ മീനിട്ടാ. ഒന്ന് പോടാ അവിടുന്ന്. ചേട്ടാ, മല്ലിക വന്നോ? അവള് വീട്ടിലുണ്ടാവൂലോ? ചേട്ടന്റെ വീട്ടിൽ എന്റെ മല്ലിക? എന്റെ വീട്ടിലല്ലെന്ന്. പിന്നെ നിന്റെ വീട്ടിലുണ്ടാവില്ലേ? എന്റെ വീട്ടിലില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് നാടക ക്യാമ്പിലായിരുന്നല്ലോ. നാടക ക്യാമ്പിൽ വീട്ടിൽ വന്നപ്പോ വീട് അടച്ചുപൂട്ടി കിടക്കുക.
അകത്താണെങ്കിൽ കട 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 ശബ്ദവും ആ കേൾക്കും. കട 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 എന്നുള്ള ശബ്ദമാണെങ്കിൽ എലി ഓടി മച്ചിന്റെ മുകളിൽ കയറണായി. എലി മച്ചിന്റെ മുകളിൽ കയറിയതാണോ ആ എലി ബെഡിന്റെ മുകളിലാണോ കയറിയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അതവിടെ നിൽക്കട്ടെ. പെങ്ങളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. അപ്പൊ എനിക്ക് ഷർട്ടും പാൻറ്റും തയ്ക്കാൻ തയ്ച്ചു തരാം. അപ്പൊ പാൻറ് എന്ന് പറഞ്ഞാൽ മുനി പാൻറ് എന്ന് പറഞ്ഞാലല്ല വെറൈറ്റി ആയിരിക്കണം. അങ്ങനെ പാൻറ്റിന് ബെല്ല് വേണം. ബെല്ല് വേണം. ആ വേണം. നമുക്ക് പാന്റിന്റെ ബെല്ല് ഒരു വെറൈറ്റിക്ക് ഇവിടെ അങ്ങ് വെച്ചാലോ? ഇവിടെ അല്ലല്ലോ, താഴെ വെച്ചാൽ മതി. താഴെ ഞാൻ വയ്ക്കണമെങ്കിൽ വെച്ചേരാ, പക്ഷെ നിനക്ക് കുനിഞ്ഞു നിന്ന് അടിക്കാനൊക്കെ പാടായിരിക്കും. നടുവേനെടുക്കും. ഈ സൈഡിൽ ബെല്ല് വെക്കുകയാണെങ്കിൽ കണ 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 കണാന്ന് നിനക്ക് അടിക്കാം. അതാ പറഞ്ഞു. ബെല്ല് ആ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഒരു ഹോണും ഫിറ്റ് ചെയ്താണ്. നല്ലതാ. മഴക്കാലത്ത് ബെല്ല് തുരുമ്പ് പിടിച്ച വളവൊക്കെ തിരിയുമ്പോ ഹോൺ അടിച്ചോണ്ട് പോകും. എന്റെ ദൈവം, ഇതൊക്കെ ആരോടാ ഈ പറയണത്? വേറെ പണിയില്ല, നീന്റെ പണി നോക്കണേ. അതെ, പോക്കറ്റ് അടിക്കണം. ആ പോക്കറ്റ് അടിക്കണോ? ആ പോക്കറ്റ് അടിക്കണോന്നാ? പോക്കറ്റ് ഡബിൾ പോക്കറ്റ് അടിക്കണം. ഡബിൾ പോക്കറ്റ് അടിക്കണം. അതിനാ ഡബിൾ പോക്കറ്റ്. ഡബിൾ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, ഇല്ലെന്ന് വിചാരിക്കുക. മറ്റു പോക്കറ്റിൽ നിറച്ചും പൈസ ആയിരിക്കും. ആ ഇപ്പൊ കണ്ടില്ലേ, ഈ പോക്കറ്റിൽ ഒറ്റ പൈസയില്ല. ഇപ്പുറ പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിറച്ചും പൈസ ആയിരുന്നല്ലേ. ഒരു ജന്മമാടാ നിന്റെ. അയ്യോ, മാറ്റിന് വിട്ടുപോയി. മല്ലിക മല്ലിക ചേട്ടാ, മല്ലികനെ കണ്ടായിരുന്നു. അത് പറ. മല്ലിക കഴിഞ്ഞ മിനിഞ്ഞാന്നെങ്ങാണ്ട് ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോണാണ്. ബൈക്കിലാ? ആ ഇന്നലെ മിനിഞ്ഞാന്നോ? ശരിയാ വെളുത്തിട്ട് ഒരുത്തൻ. വെളുത്തിരിക്കുന്ന വേറെ ഉണ്ണിയാ. ആ പറഞ്ഞ കേസ് പറഞ്ഞ് ഞങ്ങൾ തീർത്തായിരുന്നു. വിളക്കിന്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു സത്യം ചെയ്തു, ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ല, എന്റെ കൂടെ തന്നെ ജീവിച്ചോളാം പറഞ്ഞു. എടാ വെളുത്തവനല്ലല്ലടാ, കറുത്തൊരുത്തനായിരുന്നല്ലോ. നിനക്ക് കണ്ണുപിടിക്കാനായിട്ടാണ്. കറുത്തതായിരുന്നാ? ആ കറുത്ത്. ഓ അപ്പൊ സണ്ണി ആയിരിക്കുള്ളൂ. ആ സണ്ണി സണ്ണി കറുത്താ തടിയുള്ളവൻ. അതെ നല്ല തടിയുണ്ടായിട്ടൊരുത്തനായിരുന്നു. എങ്ങനെ ഇരിക്കും ആള്? എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തടിച്ചിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് ചില സമയത്ത് ഇങ്ങനെ ഒരു പുറകോട്ടൊക്കെ എടുക്കും ആള് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിട്ട് കൊണ്ടുവരും. കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ചില ആകെ കോഷ്ടികളുള്ള ഒരു വ്യക്തിയായിരുന്നു. മനുഷ്യ നിങ്ങളാണോ പറഞ്ഞ ആള്? നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് വീട്ടു പാട്ടാ. എന്താണ് എന്റെ പേര്? എന്താ നിന്റെ പേര്? എനിക്ക് പേരില്ലല്ലോ. പേര് പറ. ഇല്ല, പേരില്ല. നീ ആരാ? ഞാൻ ആരുമല്ല. പേര് പറ. പുലിയായിട്ട് എലിയായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല, മനസ്സിലായ? ഈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഒരു ഒറ്റൊരുത്തരെയും എനിക്ക് വിശ്വാസമില്ല, മനസ്സിലായ? ഇതെന്നാണ് ഒരാളിങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോഴാണ് താൻ ചെതമ്പലായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മീന്റെ ചതമ്പൽ ഞാൻ കാണുന്നത് എന്തിനാണ് എടുത്തു വെക്കണം? എന്തിനാണെന്നറിയോ? എന്താണ്? സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പിള്ളേരില്ലേ, അവർക്ക് ഉടുപ്പിൽ പിടിപ്പിക്കാനാ വെട്ടിത്തിളങ്ങും അത്രയും. അങ്ങനെയാണ് എനിക്കും കുറച്ച് മാറ്റി വെച്ചേക്ക്. എന്തിനാണ്? സ്റ്റേജിൽ കയറി എനിക്കും വെട്ടി തിളങ്ങല്ല. നീ വെട്ടിത്തിളങ്ങല്ല സ്റ്റേജിൽ, നിന്നെ ആരെങ്കിലും സ്റ്റേജിൽ കയറി വെട്ടിക്കൊല്ലും. അത് പറഞ്ഞപ്പോഴാ ഇന്ന് ഞാൻ രണ്ടെണ്ണത്തിനും പൊക്കുന്നു. രണ്ടെണ്ണത്തിന് പൊക്കിക്കോ, ആ രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ട് പൊക്കിക്കോ. ഇന്നുണ്ടല്ല, ഇന്ന് ഞാൻ വെച്ചേക്കൂല രണ്ടെണ്ണത്തിനെ. അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അല്ല അങ്ങോട്ട് പോ. ഇപ്പൊ എങ്ങോട്ടാ ഞാൻ പോകുന്നത്? കാര്യം ചെയ്യാം, അങ്ങനെയുണ്ട് ഒഴിഞ്ഞു കിടക്കണ വായനശാല, അവിടെ ഉണ്ടാവും രണ്ടെണ്ണം. നീ വല്ലതും പോയാടാ? പിന്നെ രണ്ടെണ്ണം പോയി. രണ്ടെണ്ണം പോയി. ആ കാക്കോത്തി കൊണ്ടുപോയി, അല്ലാണ്ടൊന്നും. എടാ ചെറുക്ക, നീ ഇങ്ങനെ ഈ സാധനം വച്ചോണ്ടിരുന്ന കച്ചവടം ഒന്നും ഉണ്ടാവില്ല. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ചാള ഉണ്ടല്ലോ, ചാളക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് അങ്ങ് വെച്ചു കൊടുക്കുക. പെട്ടെന്ന് ആൾക്കാരുടെ നോട്ടം കിട്ടും. മനസ്സിലായില്ലേ? എന്തെന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ ചാളക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്? ഒമാൻ ചാളന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ബെർമുഡൻ ടീഷർട്ട് ഇടിച്ചാൽ പെട്ടെന്ന് ഒരു നോട്ടം ആൾക്കാരുടെ കിട്ടും. പിന്നെ സൂപ്പർ ആയിരിക്കും. കച്ചവടം ഏത് വഴിക്കാ വന്നെ നിനക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അയിലില്ല, അതിലൊക്കെ ഒരു പട്ടുപാവാടയും ബ്ലൗസ് ഒക്കെ ഇടിക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. എന്നിട്ട് വേണം ആമ്പിള്ളേര് വന്ന് അയിലേനെ പീഡിപ്പിച്ചിട്ട് പോകാൻ. മീൻ ഇവിടെ കിടന്ന് ചീഞ്ഞാലും പീഡിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ നീ എന്നിട്ട് സൈഡിൽ ഒരു ബോർഡ് വെച്ചാൽ മതി, മീൻ ഡ്രസ് ചെയ്ത് കൊടുക്കപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒടുക്കത്തെ കച്ചവടമായിരിക്കും. ഇങ്ങോട്ട് പിടിച്ചെടുക്കണല്ലേ? ആ പിന്നെ അല്ലാണ്ട് പൊളിഞ്ഞു കിടക്കുന്ന വായനശാല എടുക്കാൻ കറങ്ങി നടന്ന് അവിടെ വെച്ച് പാമ്പ് കടിച്ചു. അയ്യോ പാമ്പ് കടിച്ചോ? എന്തായാലും കാര്യം പാമ്പ് കടിച്ചെടുത്ത് വെച്ച് തന്നെ നമുക്ക് കെട്ടണം. അയ്യോ അതിന് ഇവനെ തോന്നുന്നുണ്ട് വായനശാലയിലേക്ക് പോകാൻ പറ്റും. അതല്ല, ഇവിടെ പാമ്പ് കടിച്ചത് കാലിലാണെങ്കിൽ കാലിന്റെ മുകളിൽ വെച്ച് കെട്ടണമെന്ന് മനസ്സിലായ? ഒരു കാര്യം ചെയ്യ്, നോക്കട്ടെ ഇവിടെ നോക്കട്ടെ. ഉഗ്ര ഗോപിയാണ് കടിച്ചിരിക്കുന്നത്. ഇത് എന്താണത്? അവിടെ പോയി. ഇത് ഉഗ്ര ഗോപിയാണ് കടിച്ചിരിക്കുന്നത്, എനിക്കറിയാം. ഉഗ്രഗോപിയാണോ സുരേഷ് ഗോപിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ രക്ഷപ്പെടുത്തേ, ഞാനിപ്പോ എന്തെങ്കിലും കാണിച്ചവനെ രക്ഷപ്പെടുത്ത്. ഒരു കാര്യം ചെയ്യാം, വാവാ സുരേഷിനെ വിളിക്കാം. വാവാ സുരേഷ്. ആളല്ലടോ, വാവാ സുരേഷിനെ ഫോണിൽ വിളിക്കാൻ കുത്തി. എനിക്ക് ഫോണില്ലാന്ന് നേരത്തെ തന്നോട് ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രശ്നം ഞാൻ
പണ്ടാ പറഞ്ഞ് തീർത്താണ് പറഞ്ഞു. എടോ തന്റെ അച്ഛൻ ഈ പഴയ ഈ ഇതൊക്കെ മരുന്നൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ, ഒരു വൈദ്യനല്ലേ? അതെ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമോ? ഞാൻ തെറ്റിദ്ധരിച്ചു. സോറി. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് നിലമ്പതിയും കിഴങ്ങൊപ്പിക്കുക. ആളെ പറ്റുമ്പോൾ കുറുന്തോട്ട് പേര് വേണം, അതിൽ കമ്മ്യൂണിസ്റ്റ് പച്ച വേണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ആടലോടകമാണ്. ആടലോടകം വേണം. അവനെന്തിനാ ഇറങ്ങി ഓടിയത്? ഇയല്ലേ പറഞ്ഞ ആരെങ്കിലും എഴുന്നേറ്റ് ഓടണം. ആരെങ്കിലും എഴുന്നേറ്റ് ഓടണമെന്നല്ല പറഞ്ഞ, ആടലോടകം വേണോന്നാണ് ഈ പറഞ്ഞത്. സാധനമൊക്കെ വളരെ പെട്ടെന്നൊന്നും പോയി പറിച്ചെടുത്തോണ്ട് വരാനൊന്നും പറ്റില്ല. എടാ നിന്റെ അച്ഛൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന ആളല്ലേ, ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്ക്. അച്ഛൻ ഓരോ പോക്കൃത്തരം കാണിച്ചു നോക്കിട്ട് ബാക്കിയുള്ള മക്കളൊന്നും അനുഭവിക്കണം. എത്രയും പെട്ടെന്ന് പാമ്പിനെ ഒന്ന് വിളിച്ചു ഞാൻ വിളിച്ചു വരുത്താം, നിങ്ങൾ എന്നെ ടെൻഷൻ എടുപ്പിക്കരുത്. പക്ഷെ പാമ്പിനെ വിളിച്ചു വരുത്തുന്ന ഒരു കുഴപ്പമുണ്ട്, പാട്ട് പാടണം. എന്നാലും വരും. പാട്ട് ഞാൻ പാടാലോ, പാട്ട് ഞാൻ പാടാം. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പാട്ടിന് സമ്മാനം കിട്ടിയ പാട്ട് നമ്പർ കൊണ്ടാണ് സൂപ്പർ ആയിട്ട് ഞാൻ പാടും. പാട്ട് പാടും. അയ്യോ പെട്ടി എടുത്തില്ല. അയ്യോ ഞാൻ ചാവേ പെട്ടി മേടിക്കാറായേ. ശവപ്പെട്ടിയുടെ കേസല്ലെന്ന്, ഹാർമോണിയെ പെട്ടി എടുത്തില്ല. മണി 5 പിന്നെ 6 മണിക്ക് പെട്ടി എടുക്കണം. പോടാ അവിടുന്ന്, ശ്രുതിപ്പെട്ടി എടുത്തില്ലെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയില്ല പെട്ടെന്ന് എടുക്കേട്ടാ. സൂപ്പർ പാട്ട് പിടിച്ചോ, സംഗതി പിടിച്ചോ, സംഗതി പിടിച്ചോ. വന്നോളൂട്ടാ, സംഗതി വന്നോളൂ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു നീ പറഞ്ഞത് മറന്നുപോയോ? മണ്ണ് വാരി അപ്പം ചുട്ട് കളിക്കാനല്ല പറഞ്ഞത്, ഇവിടെ പാമ്പിനെ വിളിച്ചു വരുത്താൻ പറ്റിയൊരു പാട്ട് പാട്. ആ പാട്ടല്ലേ ഞാൻ തെച്ചു വിട്ടു. മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി, മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി. സുന്ദരിയുടെ പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനന്ത സുഹൃതമേശ്വര നടനം. എന്താണ് കാര്യം പറ. എന്റെ കീഴോട്ട് കയറി വരാനല്ല, വാ വെച്ച് പാടാനാ പറഞ്ഞത്. ഓ വാവച്ചല്ലാണ്ട് പിന്നെ മൂക്ക് വെച്ചാണോ പാടുന്നത്? എന്തേലും വെച്ച് പാട്. ഓ ഉന്നം പറന്ന് തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഇതിനകത്ത് എവിടുന്നാ വാ വാ അതില്ല. ആ പൊന്നും കിനാക്കളെല്ലാം പൊന്നും കിനാക്കളുടെ പോയിന്റ് പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പാമ്പ് 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 പാമ്പേ വാ, പാമ്പ് കടിച്ചു. നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യൂടാ? എന്റെ ആരെങ്കിലും ആശുപത്രി കൊണ്ടോ? അയ്യോ ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? ചേട്ടനെ എപ്പോഴാ പാമ്പ് കടിച്ചത്? അയ്യോ ചേട്ടനില്ലാതെ ഞാൻ എന്തോ ചെയ്യും ചേട്ടാ? അയ്യോ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ ചേട്ടാ? ചേട്ടാ ചേട്ടാ, വണ്ടി ഉണ്ട് ചേട്ടാ, നമുക്ക് ആശുപത്രി ചേട്ടാ. ചേട്ടാ കേറി ചേട്ടാ. കണ്ടടാ നീയൊക്കെ എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോ നിങ്ങളിവിടെ അന്താക്ഷരി പാടി കളിക്കല്ലായിരുന്നാ? ഇപ്പൊ എന്റെ ഭാര്യ വന്നപ്പോഴല്ലടാ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ എവിടെയോ ഒരുത്തളെ വിളിച്ചോണ്ട് വന്നത്. എവിടെയോ ഒരുത്തനല്ലടാ അവൻ. പിന്നെ എന്റെ ഭാര്യനെ ബൈക്കിലും കാറിലും പ്ലെയിനിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് ദിവസവും കറക്കിക്കൊണ്ട് കിടക്കുന്ന ആ കറുത്തവൻ, ആ ചുരുണ്ട മുടിക്കാരൻ, അവനാ ഇവനാ. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ അതിഥികൾ മറ്റാരുമല്ല, യുവഹൃദയങ്ങളെ ഇളക്കി മറിക്കുന്ന ആനന്ദം എന്ന സിനിമയിലെ നായകന്മാരും നായികമാരും ഒപ്പം ആ സിനിമയുടെ സംവിധായകനുമാണ്. പാൽ പോലെ 16 എനിക്കൊരു ഗേൾഫ്രണ്ട് വേണം, ഇன்று പുതിதாக മലർ പോലെ എനിക്കൊരു ഗേൾഫ്രണ്ട് വേണം. കാലത്തിൽ നെഞ്ചെല്ലാര കൈകൾ ആടിക്കൊള്ളുമേ, മഴയിൽ നനഞ്ഞാൽ മുഖത്തരി മുഖത്താൽ തുടയ്ക്കാറുമേ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമാണ്, എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമാണ്.
നമസ്കാരം. മലയാളികളെല്ലാരും ആനന്ദ ലഹരിയിലാണ്. ഈ ആനന്ദം നമുക്ക് പകർന്നു തന്ന നായകന്മാരും നായികമാരും അതിന്റെ സംവിധായകരുമാണ് നമ്മുടെ ഒപ്പുള്ളത്. നമുക്ക് എന്തു പറ്റി ചിരി? അല്ല, നായികമാരെന്ന് പറഞ്ഞപ്പോ ആ സോറി അവിടെ ഒരു നായകനുണ്ട്, ഞാൻ കണ്ടില്ല. സോറി നായക. അതെന്ത് പറ്റി ഈ നായകനെ മാത്രം ഈ സൈഡിലേക്ക് മാറ്റി നിർത്തി? അതോ പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ ചായ്വ് കൂടുതലുള്ള ആളാണ്? എല്ലാവർക്കും ഉണ്ട്, എനിക്ക് ഒഴിച്ച്. ഓ അങ്ങനെ സംവിധായകന് മാത്രം ആ ഒരു ചായ്വില്ല, എല്ലാ നായകന്മാർക്കും ആ ചായ്വുണ്ട്. അപ്പൊ സാധാരണ ആര് വന്നാലും ഞാനാണ് അവരുടെ പേരൊക്കെ പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തായാലും ചെയ്യാൻ പോണില്ല. ആനന്ദം ടീമാണല്ലോ വന്നിരിക്കണേ, നമുക്ക് റാഗ് ചെയ്യണ്ടേ? അവര് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യട്ടെ, അവിടുന്ന് പറയൂ. ഹലോ, എൻ്റെ പേര് വിശാഖ്. ഞാനാണ് ആനന്ദത്തിലെ കുപ്പി. ഞാൻ റോഷൻ, ആനന്ദത്തിൽ ഗൗതം റോയ് എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഞാൻ തോമസ്, ആനന്ദത്തിൽ അക്ഷയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നു. എൻ്റെ പേര് ഗണേഷ്, ഞാനാണ് ആനന്ദത്തിന്റെ റൈറ്ററും ഡയറക്ടറും. വളരെ പ്രായം കുറഞ്ഞ റൈറ്ററും ഡയറക്ടറുമാണ്. ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ അഭിനയിച്ച ഒരാളാണെന്ന്. അപ്പൊ ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ ഇത്ര യങ് ആയിട്ടുള്ള ഡയറക്ടറോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. അതിന് ഞാൻ അന്നു, ഞാൻ ആനന്ദത്തിൽ ദേവിക എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹായ്, ഞാൻ സിദ്ധി. ദിയ എന്നൊരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ആനന്ദ ഫിലിമിൽ. ഞാൻ അനാർക്കലി ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ആനന്ദത്തിൽ വരുൺ മാഞ്ഞുരാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഇതിപ്പോ കോളേജിൽ ക്ലാസ് റൂമിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ് ആണുള്ളത്. ഹായ് ഹലോ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിച്ചത്. കാരണം ഇവരൊക്കെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. അത് നല്ല കാര്യമാണ്. അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ അല്ല, കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ ഫ്ലോറിൽ വന്നിട്ട് അത്യാവശ്യം അലമ്പൊക്കെ കളിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. ഓ പിന്നെന്താ, അല്ല അലമ്പ് കളിക്കാം, പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് സംവിധായകനിൽ നിന്ന് അലമ്പ് ആരംഭിക്കാം. ആനന്ദത്തിന്റെ ഉള്ളടക്കം എന്താണ്? ആനന്ദം ഒരു ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളെല്ലാവരും കൂടെ ഒരു ബസ് എടുത്ത് ടൂർ പോകുന്നതിനെ പറ്റിയുള്ള കഥയാണ്. അപ്പോൾ നമ്മളൊക്കെ കോളേജിൽ നിന്ന് ടൂറൊക്കെ പോയിട്ടുണ്ടാവും. ആനന്ദത്തിൽ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കൂടി ഒരു ബസ് എടുക്കുന്നു, 4 ദിവസം ഒരു ടൂർ പോകുന്നു. ഈ ടൂറിൽ ഇവർ തമ്മിൽ നടക്കുന്ന രസകരമായ പരിപാടിയാണ് ഫുൾ സിനിമ. അങ്ങനെ ഒരു ട്രാവൽ ഫിലിമാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓറിയന്റഡ് സിനിമയാണ്. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഉള്ളിൽ നിറയെ ആനന്ദമുള്ളൊരു സിനിമയാണ്. നിങ്ങളുടെ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പറയണോ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൊക്കേഷനിൽ എന്താ പറയുക, കുറേ രസകരമായ സംഭവങ്ങൾ. ലൊക്കേഷൻ ഒരു ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. കാരണം ഈ കുട്ടികളെയൊക്കെ രാവിലെ എണീപ്പിക്കണം. പറഞ്ഞാൽ 40 കുട്ടികളുണ്ട്, അപ്പോൾ അതൊരു ക്ലാസ് റൂമാണ്. അപ്പോൾ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിന്റെ ഒക്കെ ജോലി രാവിലെ ഇവരെ റൂമിൽ പോയി നോക്ക് ചെയ്യുക, പിള്ളേരെ കറക്റ്റ് സമയത്ത് 5 മണിക്ക് എണീപ്പിക്കുക, ഇവരെ പല്ലേപ്പിച്ച് എന്താന്ന് വെച്ചാൽ 4 മണി, ചില സമയത്ത് 2 മണി, 3:30. ഞാൻ ഇങ്ങോട്ട് പോകാറില്ല, ഞാൻ സുഖമായിട്ട് ഇടന്ന് തുടങ്ങും. ഇവരൊക്കെ റെഡിയായി മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് വരുന്നു, പിള്ളേരൊക്കെ റെഡിയല്ലെന്ന് പറയുന്നു. ക്ലാസ് പോലെ തന്നെ രാവിലെ ഒരു അസംബ്ലി ഉണ്ടാവും, ഇതേപോലെ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തും, ഇന്നത്തെ സീൻ എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവരെല്ലാം കേൾക്കുന്നു, എൻ്റെ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ടൂർ പോകുന്നത് തന്നെ, ഞങ്ങൾ ഇന്നത്തെ ലൊക്കേഷൻ ഇത്രയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് പോരുത്, ഇവിടുത്തെ ആൾക്കാരെ ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ, എല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ടാവണം, ഞങ്ങളുടെ കണ്ണ് പിടിച്ചൊന്നും ചെയ്യരുത്. ഓരോരുത്തരും ഒളിച്ചോടി പോകും, നമ്മൾ പിടിച്ചെടുത്തോണ്ട്. ഒളിച്ചോടി പോയിട്ട് എന്താ ചെയ്യുന്നത്? എങ്ങോട്ടാണ് പോണത്? ഇവിടെ വല്ല മരത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കും. ഇവർക്ക് മരം കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു മരം കണ്ടു ഞാൻ നേരെ അതിന്റെ മുകളിൽ പോയിരിപ്പുണ്ട്. അപ്പൊ അന്വനെ കണ്ടില്ല, ഞങ്ങൾ നേരെ നോക്കാം. നിങ്ങളെ കൂട്ടത്തില് മരം കയറി പെണ്ണാണ്. ഇവളാണ് മരം കയറി പെണ്ണ്. അവള് മണ്ണിന്റെ മകളാണ്. മണ്ണിന്റെ മകളാണ്. അതെന്താ മണ്ണിന്റെ മകള്? AC റൂമും മെത്തയും ഒന്നും അന്നുവിന് പറ്റില്ല. നിലം, പാടം, മരം, തെങ്ങ്, പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ. അപ്പൊ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മുകളുണ്ടാവും. ഭയങ്കര രസമായിരുന്നു. ഒരു ക്ലാസ് റൂം പോലെ തന്നെ, ഒരു പിള്ളേരായിട്ട് കുറെ ടൂറിനൊക്കെ പോകുന്ന പോലെ തന്നെ അടിച്ചു പൊളിച്ച് രാവിലെ ഓരോ ലൊക്കേഷനിൽ പോകുന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും രസമുള്ള ലൊക്കേഷനിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ പോകുന്നു, ആ സ്ഥലങ്ങളെ കാണുന്നു, അതിനകത്തൊരു ചെറിയ സീൻ ഷൂട്ട് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. അങ്ങനെ ഫുൾ ഒരു ഫണ്ണായിരുന്നു. ആദ്യമായിട്ട് അഭിനയിച്ചിട്ട് ആ സിനിമ കണ്ടപ്പോൾ അമ്മയും അച്ഛനും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. എന്താണ് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞത്? അമ്മയച്ഛനും വളരെ സെൻറ്റിയായി. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അല്ല, കാര്യമായിട്ടും പുള്ളിക്കാരൻ അങ്ങനെ കോംപ്ലിമെന്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ ഒന്ന് ഹാൻഡ് ഷേക്ക് ചെയ്ത് കെട്ടിപ്പിടിച്ച് കൊള്ളാം മോനെ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് തോന്നി? വല്ലാത്തൊരു ഫീലിംഗ്. എനിക്ക് ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഗണേശനും പൊട്ടിക്കരഞ്ഞു. ഫിലിം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മയും കരച്ചിലായിരുന്നു, എല്ലാവരും കരച്ചിലായിരുന്നു. അതെന്തിനാ LJ ഫിലിംസ് കാണുമ്പോ കരഞ്ഞത്? അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ മുതൽ ഇങ്ങനെ ഇതിന്റെ വർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഈ എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ആ വഴിക്ക് എവിടെയോ കാണാണ്ടായി. പെട്ടെന്ന് അന്ന് അവിടെ ചെന്നിരുന്ന് എൻ്റെ ഇടതുവശത്ത് അമ്മ ഇരിപ്പുണ്ട്, വലതുവശത്ത് അപ്പന ഇരിപ്പുണ്ട്.
LJ ഫിലിംസിന്റെ ആ 2 കൈ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഇത് ഇറങ്ങിയല്ലോ, ഈ സിനിമ റിലീസ് ആയല്ലോ എന്നുള്ളത്. ഷൂട്ട് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു 58 ദിവസവും. ഇവരൊക്കെ ഇങ്ങനെ ടയേർഡായി ഡൗൺ ആവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവരെ ഒന്ന് പ്രോപ്പർ ചെയ്യാൻ പറഞ്ഞിരുന്നത് പത്മ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും പത്മ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സ്വപ്നം കാണും. ഒരു ദിവസം നമ്മളവിടെ എത്തും, അവിടെ നമ്മൾ സിനിമ വലിയ സ്ക്രീനിൽ ഒരുമിച്ചിരുന്ന് കാണും. അപ്പോൾ ആ ഒരു ദിവസം മനസ്സിൽ കണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാ ദിവസവും പറയായിരുന്നു. അപ്പോൾ ഫൈനലി ഒരുമിച്ച് വിചാരിച്ചോടെ എല്ലാവർക്കും അവരുടെ പാരൻസ് ആയിട്ട് പത്മ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റി. സോ ഒരു ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയ ഒരു മൊമെന്റ് ആയിരുന്നു. അല്ല, ഈ പടത്തിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. പാട്ടുകാരനാണ്, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഓൾ ഇൻ ഓൾ ആണ് സിനിമയുടെ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ വിനീത് ശ്രീനിവാസൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ആസ് എ ഡയറക്ടർ വലിയ ഭാഗ്യമാണ്. അയ്യോ, അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ വിനീതേട്ടനെ സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് കിട്ടുന്നതിന് മീറ്റ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും. കാരണം വിനീതേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ വിനീതേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ കിട്ടിയതാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഞാൻ അതുവരെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാക്കിയിടുന്നത് എങ്ങനെ ഇൻഡസ്ട്രി കയറി നോക്കിയിരിക്കുന്ന ഒരാളാണ്. വിനീതേട്ടനാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കയറ്റുന്നത്. ഇൻഡസ്ട്രിയിലെ ഫിലിം മേക്കിങ്ങിൻ്റെ ബേസ് ഇട്ട് തരുന്ന വിനീതേട്ടനാണ്. അപ്പോൾ എല്ലാം പഠിച്ച വിനീതേട്ടൻ്റെ സൈഡിൽ നിന്നാണ്. ഇപ്പം കൂടുതലും സ്ക്രീനിലുള്ള ഡയറക്ഷനെക്കാളും കൂടുതൽ ഞാൻ വിനീതേട്ടനെ പഠിച്ചേക്കുന്നത് ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാം, ജീവിതത്തിനെ പറ്റിയാണ് പുള്ളി കൂടുതൽ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് സിനിമയെക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ഒരു ഹ്യൂജ് ഇൻസ്പിറേഷനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ ഒരു മെൻറ്ററാണ്. ഈ ഇരിക്കുന്ന ഓഡിയൻസിൽ ആരെങ്കിലും ഒരാൾ പറയാ, അല്ലെങ്കിൽ വേണ്ട എല്ലാരും പറഞ്ഞു, ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? കുപ്പി. ഈ കുപ്പിനെ ഞങ്ങളെ ഇഷ്ടമില്ലാത്ത അതെന്താ ഇഷ്ടമല്ലാത്ത? ഭയങ്കര സങ്കടമായി. എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ കുപ്പിനെയാണ് കൂടുതൽ ഇഷ്ടം. അതെന്തായിരിക്കും കുപ്പിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? പൊട്ടനായിക്കോട്ടെ, പൊട്ടന്മാരെല്ലാം രാജകുമാരി നമസ്കാരം. നമസ്കാരം. നിങ്ങളെല്ലാവരും ആനന്ദം സിനിമയുടെ ഡയറക്ടർ, ബാക്കി എല്ലാവരും ആക്ടേഴ്സ് ആണല്ലേ? അതെ അതെ അതെ, ആനന്ദം ടീമാണ്. ആനന്ദം ടീമാണ്. നിങ്ങൾ പടം ഭയങ്കര ഹിറ്റായി, നിങ്ങൾ അതിന്റെ ഭയങ്കര പരമാനന്ദത്തിലാണെന്നറിയാം. അപ്പൊ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഉപദേശങ്ങൾ തരാൻ വേണ്ടി വന്നതാണ് ഞാൻ. കാരണം മലയാള സിനിമയിലേക്ക് ചുവട് വെക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായിട്ട് ഇങ്ങനെ വിശാലമായി നീണ്ടു നടക്കുന്ന ഒരു മഹാസാഗരമാണ്. അതിനകത്തേക്ക് സൂക്ഷിച്ച് കാലെടുത്ത് വെച്ചില്ലെങ്കിൽ ഇടക്ക് വെച്ച് മുങ്ങിപ്പോകും. അപ്പോൾ പല പിച്ച വെച്ച് നടന്ന സിനിമാ താരങ്ങൾക്കും അത്യാവശ്യം വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ടുള്ള അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിന് ചേട്ടനാരാ? ഞാൻ രസലയ കുമാർ. രസലയ കുമാർ. ശരിക്കും എന്റെ പേര് തങ്കപ്പൻ നായരെന്നാണ്. വിവരദോഷിയുടെ പേരാണ്. അതാരാ വിവരദോഷി? എന്റെ അച്ഛനായിട്ട് വരും ആ വിവരദോഷി. വെരി ഗുഡ്, വെരി ഗുഡ്. തങ്കപ്പൻ നായർ എന്ന് പറയുന്ന പേരിന് വല്ല രസമുണ്ടോ, വല്ല താളമുണ്ടോ, വല്ല എന്തെങ്കിലും ഉണ്ടോ അതിന്? അപ്പൊ എനിക്ക് തോന്നി രസലയ കുമാർ. ഇതിനകത്ത് രസം വരും, ലയം വരും, എല്ലാം വരും. കുമാരൻ അത് ഒരു കുമാരൻ ഇരുന്നോട്ടെ എന്ന് കരുതി ഞാനങ്ങനെ ഇട്ടതാണ്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ പേര് സ്വീകരിച്ചതോടെ എനിക്ക് വെച്ചടി കയറ്റമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്റെ അച്ഛൻ യാതൊരു പണിക്ക് പോകാതെ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. പുള്ളിയുടെ പേര് ശാന്തകുമാരൻ. ഒരു പണിക്കും പോകില്ല. അപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ പേരങ്ങോട്ട് മാറ്റി ഉന്മേഷ് കുമാർ എന്നാക്കി അച്ഛന്റെ പേര്. ഉന്മേഷ് കുമാർ. അതോടെ പുള്ളിക്ക് നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. വെച്ചടി കയറ്റമായിരുന്നു. പുള്ളിക്ക് തെങ്ങേറ്റ പണിയാണ്. നല്ല തിരക്കാണ് ഇപ്പൊ പുള്ളിക്ക്. അപ്പോൾ മലയാള സിനിമയുടെ ചുക്കാൻ പിടിക്കുന്ന ഒരു ആളെന്ന നിലയിൽ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം. കാരണം മലയാള സിനിമയിൽ പല സിനിമകളും കയറിപ്പോകാനായിട്ട് അതിൻ്റെ ഇടയിൽ പല തന്ത്രങ്ങളുണ്ട്. തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണേ, ചില യന്ത്രങ്ങളുണ്ട് സിനിമകൾ ഹിറ്റാവാൻ വേണ്ടിയിട്ട്. ക്യാമറ ഇല്ല, സിനിമകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില യന്ത്രങ്ങൾ, തകിടുകൾ, ഈ വക സാധനങ്ങൾ, പല യന്ത്രങ്ങളും മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമകൾ ഹിറ്റായി പോയിട്ടുണ്ട്. അത് തന്നെ പഴയ പരിപാടിയല്ലേ തകിടും യന്ത്രം. അയ്യോ, നിങ്ങൾ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ സിദ്ദിഖ് ലാൽ അല്ലേ സംവിധായകന്മാര്, ഇവര് റാംജി റാവു സ്പീക്കിംഗ് സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം, ഈ പടം കയറി ഹിറ്റാവുന്നു ഒരു ഡൗട്ട്. അങ്ങനെ ഇവരെന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, രസ ഞങ്ങളൊന്ന് രക്ഷിക്കണം രസ എന്ന്. അല്ല, സ്നേഹം കൂടുന്ന ഒരു മോഹൻലാൽ, മമ്മൂട്ടി, ഈ വക ആൾക്കാരൊക്കെ എന്നെ രസ എന്നാ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു പണിയും ഞാൻ എൻ്റെ ഒരു യന്ത്രം തരാം, ആ യന്ത്രം നിങ്ങൾ സിനിമയിൽ ഉപയോഗിക്കും, അങ്ങനെ നിങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ സിനിമയിൽ എടുത്ത് ഉപയോഗിച്ചു. ആ പടം ഹിറ്റായില്ലേ?
ഏത് പടത്തിൽ സീനിലുണ്ടത്? പടത്തിന്റെ പേരെന്താ? നമ്മുടെ റാംജി റാവു സ്പീക്കിംഗ്. നമ്മുടെ സായികുമാർ ഫോൺ ചെയ്യുമ്പോ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന യന്ത്രം ദയവായി ഓഫ് ചെയ്ത് വെക്കൂ. ഞാൻ കൊടുത്ത യന്ത്രമാണത്. ആ യന്ത്രം ഞാൻ കൊടുത്ത യന്ത്രമാണ്. ഇത് കേട്ടറിഞ്ഞിട്ട് സംഭവം കേൾക്കണേ, നിങ്ങൾ കേൾക്കണത് ഇതൊക്കെ ഞാൻ നുണ പറയുന്നതല്ല. ഇത് കേട്ടറിഞ്ഞിട്ട് പിറ്റേ ദിവസം വീടിന്റെ വാതിക്കൽ ഒരാൾ വന്ന് നിൽക്കുന്നു. ആരാ? നടൻ ശ്രീനിവാസൻ. ശരിക്കും സിദ്ദിഖ് ലാലിന് നിങ്ങൾ യന്ത്രം കൊടുത്തു, അവരുടെ പടം ഹിറ്റായി. എനിക്കും ഒരു യന്ത്രം തരണേ മാഷ, എന്റെ അടുത്ത ആഴ്ച എന്റെ പടം ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്റെ ഒരു യന്ത്രം എടുത്ത് യൂസ് ചെയ്യൂ, രക്ഷപ്പെട് എന്ന് പറഞ്ഞു. യന്ത്രം എടുത്ത് യൂസ് ചെയ്തു. ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, യന്ത്രങ്ങളുടെ ഇതിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല. ആ പടവും ഹിറ്റായിരുന്നില്ലേ? അപ്പൊ ഞാൻ ജപിച്ചു തരുന്ന യന്ത്രം നിങ്ങളുടെ വീടിന്റെ 4 ചുറ്റും കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാവും. എന്ത് പറയുന്നു? ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർ എന്താ ചെയ്യാ? ഫ്ലാറ്റ് ആവുമ്പോ ഫ്ലാറ്റിന്റെ 4 അതിരിലും കുഴിച്ചിട്ടാ മതി. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, രക്ഷപ്പെടുമ്പോ ഫ്ലാറ്റിൽ എല്ലാവരും രക്ഷപ്പെട്ടു. അത് പറ്റില്ലല്ലോ, ഓരോരുത്തർക്ക് രക്ഷപ്പെടണമല്ലോ. അത് ഭയങ്കര കോംപ്ലക്സ് ആവും. ശരി, വിട്ടേക്കാം. ഈ യന്ത്രത്തിന്റെ കേസ് വിട്. പേര് മാറ്റാലോ? കാരണം മലയാള സിനിമ ന്യൂമറോളജി ഒക്കെ വേണം. നമ്മുടെ പേരിലൊക്കെയാണ് രാശി ഇരിക്കുന്നത്. മലയാള സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ രക്ഷപ്പെടുത്തി കൊടുത്ത ആളെന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. അതായത് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പാനിപ്പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നടൻ മമ്മൂട്ടി, അദ്ദേഹത്തിന്റെ പേരാണത്. അദ്ദേഹം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഞാനപ്പോ എന്റെ പറമ്പിൽ നിന്ന് ഞാൻ കിളച്ചുകൊണ്ടിരിക്കരുത്. എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് മലയാള സിനിമയിൽ രക്ഷപ്പെടണം, രസ എന്തെങ്കിലും ഒന്ന് ചെയ്തു താന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പാനിപ്പറമ്പിൽ, ഇന്നു മുതൽ നിങ്ങൾ ഇതല്ല. എന്റെ കയ്യിലിരുന്ന് മമ്മൂട്ടി എടുത്ത് ഒരു ഏറ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂട്ടി പോയി സിനിമയിൽ അഭിനയിക്ക്. സൂപ്പർ സ്റ്റാർ ആയില്ലേ? അതേപോലെ ശാന്തകുമാരി ആരാണ്? ആരാണ്? നടി സീമ ചേച്ചി. ആ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പാനിപ്പറമ്പിലും ഈ ശാന്തകുമാരിയും അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തിയേറ്ററിൽ കയറി സിനിമ കാണോ? അതേസമയത്ത് മമ്മൂട്ടി സീമയും അഭിനയിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ ജനം ഇടിച്ചു കയറും. അതാണ് ഈ രസലയകുമാറിന്റെ കഴിവ്. മനസ്സിലാവുണ്ടോ? എന്തിന്? ജനപ്രിയ നായകൻ ഗോപാലകൃഷ്ണനും ഡയാന മറിയം കുര്യനും അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കയറും? ദിലീപും നയൻതാരയും ഇവരുടെയൊക്കെ പേരിന് പിന്നിൽ ആരാണ്? ഈ രസലയകുമാർ. ഞാൻ ഈ പേര് മാറ്റിട്ടുണ്ടല്ല, നമ്മുടെ ദേശീയ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ദേശീയ അവാർഡ് വരെ കിട്ടിയ പലരുമുണ്ട് നമ്മുടെ സെറ്റിൽ. ഞാൻ പറഞ്ഞു തരാം. അതായത് നാളെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ തലേന്ന് രാത്രി എന്റെ വീടിന്റെ വാതിലിൽ ഒരു മുട്ട്, എന്തിനാ വാതിൽ തുറക്കണ്ട എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ തന്നെ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, എടി ഏതോ തിരുവനന്തപുരത്തുകാരൻ എനിക്കറിയാ വരും, ദേശീയ അവാർഡിന്റെ തലേനാള് ആരെങ്കിലൊക്കെ ആയിട്ട് വരും, അവാർഡ് വേണമെന്നും പറഞ്ഞിട്ട്. ഞങ്ങള് വാതിൽ തുറന്നു നോക്കിയപ്പോ ആരാ നിൽക്കുന്നത്? രസണ്ണ എന്നെ രക്ഷിക്കണം എന്താന്ന് പറഞ്ഞ് എന്റെ കാലിൽ ഞാൻ പറഞ്ഞു, സുരാജ് പ്ലീസ് വിട്. ഞാൻ എന്നിട്ട് വെറ്റിലെടുത്ത് മുറുക്കാനല്ലോ കേട്ടോ, വെറ്റിലെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മഷി നോക്കി കഴിഞ്ഞപ്പോഴല്ലോ ദേശീയ അവാർഡ് തെന്നിന്ത്യയിലേക്ക് തെന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അമിതാഭ് ബച്ചന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേ, സുരാജ് ഇത് പണിയാണ്ടത്, നമ്മളിപ്പോ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാനും സുരാജും കൂടി എഴുതാനിരുന്നു. യന്ത്രം എഴുതാനിരുന്ന് ഒരു 8 മണിക്ക് എഴുതാനിരുന്നിട്ട് ഒരു 5:30 സാധനം തീർന്നു കഴിഞ്ഞപ്പോ, എഴുതി തീർന്നു കഴിഞ്ഞപ്പോ ആ യന്ത്രമായിട്ട് പുള്ളി ഒരു പോക്ക് പോയതാണ്. ദേശീയ അവാർഡ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ ഡൽഹി പോയി സാധനം മേടിച്ചിട്ട് പാടാന്ന് പറഞ്ഞു. ആ വഴി പോയിട്ട് പുള്ളി ആ സാധനവും മേടിച്ചിട്ടാ വന്നത് ദേശീയ അവാർഡ്. പക്ഷെ എന്റെ ഒരു സുഹൃത്തിനെ പിണക്കി അതോടെ ഞാൻ. ബച്ചൻ. ആ അമിതാഭ് ബച്ചൻ എന്നെ കണ്ടപ്പോ മിണ്ടില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇല്ല, നേരത്തെ മിണ്ടാറില്ല. എന്നാലും ഇപ്പൊ കാണുമ്പോ ആ ഗൗരവം ഇത്തിരി കൂടി. ആ സിനിമക്ക് അത് വേറെ കേസ്. ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ പുള്ളിയാണ് അതിന്റെ സംവിധാനം, അറിയാലോ. ഈ ബിജു ഒരു ചെറിയൊരു ക്ലിനിക്കായിട്ടിരിക്കുന്നു. ഞാൻ അവിടെ പനിയായിട്ട് ചെന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അടിമുടി ഞാൻ നോക്കി ബിജുവിനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബിജു നീ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നീ പോയി പടം ചെയ്യടാന്ന് പറഞ്ഞു. എന്റെ വാക്കും കേട്ട് ബിജു അപ്പൊ തന്നെ ക്ലിനിക്ക് അടച്ച് പടം ചെയ്യാൻ പോയി. പടം ചെയ്ത് കഴിഞ്ഞപ്പോ അവന് ഒരേ നിർബന്ധം, ഞാൻ പേരിടണു സിനിമയ്ക്ക്. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, പേര് ഞാൻ ഇട്ടുകളയാ. അങ്ങനെ പേരിടാന്ന് നിന്നപ്പോ ഞാൻ പറഞ്ഞു, ബിജു ഞാൻ ന്യൂമറോളജി വെച്ച് നോക്കുമ്പോൾ തൻ്റെ സിനിമയിൽ അഭിനയിച്ച അവരുടെയൊക്കെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരാളുടെയും പേരറിയില്ല. ബിജു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും രസാന്ന്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനല്ല, പേരറിയാത്തവൻ. സിനിമയുടെ പേരിട്ടു, അതോടെ സംഭവം കയറിയ ദേശീയ അവാർഡ് തലത്തിലെത്തിയ സംഭവം.
നിങ്ങൾ പേര് മാറ്റി ഇങ്ങനെ നിൽക്കല്ലേ മലയാള സിനിമയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട സൂപ്പർ സ്റ്റാർ ആവണ്ടേ ആവണ്ടേ? നിങ്ങളുടെ പേര് മാറ്റി ഞാൻ റെഡിയാണ്. മാറ്റൂ. ഡയറക്ടർ പേര് ആദ്യം മാറ്റൂ. എന്താണ് പേരെന്താണ് ഗണേഷ് രാജ്. ഗണേഷ് രാജ്. ഉഫ്, പറ്റാത്ത പേരൊക്കെ ഉള്ള ഇട്ട് വെച്ചേക്കണം. ഗണേഷ് രാജ്. GR അത് മതി. GR. ഡയറക്ഷൻ GR. കേറി അങ്ങ് പോകും മുകളിലോട്ട്. മുകളിലെത്തി കഴിയുമ്പോ ഇടക്കൊന്ന് നോക്കണേ ഈ രസം താഴെ പെട്ടാ വെക്കണ നിങ്ങൾ തന്നെ കേട്ടാ. ഇനി ആരെയാ മാറ്റേണ്ടത്? അല്ല അനാർക്കലി. അനാർക്കലി. അനാർക്കലിയുടെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഈർക്കിലി പറഞ്ഞു. അനാർക്കലി മരിക്കാർ. അനാർക്കലി മരിക്കാർ മാറ്റിയിട്ട് കുഞ്ഞാലി മരിക്കാർ കിട്ടും. നല്ല പേരാണ്. അല്ലെങ്കിൽ വേണ്ട ഒരു കുഞ്ഞമ്മ മരിക്കാർ രക്ഷപ്പെട്ടു പോകും. കേറിപ്പോ. ഇനി ആരാണ് അവിടെ? റോഷനോ? റോഷൻ മാത്യു. റോഷൻ മാത്യു വേണ്ട, ദോഷൻ കിട്ടോ. ഒരു ദോഷമില്ലാതെ മലയാള സിനിമയിലേക്ക് നടന്നു കേട്ടോ. കേറിപ്പോ. ഇനി ആർക്കെങ്കിലും പേര് മാറ്റണോ? പറയേ. സിദ്ധി മഹാജൻ കട്ടി. ആര്? സിദ്ധി മഹാജൻ കട്ടി. കുട്ടി അത് മതി. കേട്ടോ. അപ്പൊ ഇനി വേറൊരു സത്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് തന്നെ ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായി. അതായത് നമ്മുടെ ഇവിടുത്തെ മുസ്തഫയില്ലേ, പുള്ളിക്കാരി അറിയും? എനിക്കറിയാം. നമ്മുടെ മുസ്തഫ അല്ലല്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ആണ്. ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് മുസ്തഫ. മുസ്തഫ വന്ന് എന്നെ കണ്ടു പറഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്താണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മുസ്തഫ ഇന്നു മുതൽ നീ മുസ്തഫയല്ല, നീ മൂസയാണെന്ന് പറഞ്ഞു. മൂസയാണെന്ന് പറഞ്ഞു തിരിയല്ല ഒരു നടി വന്ന് ഡോർ തുറന്നിറങ്ങിയിട്ട് ഒരു ഡ്രൈവറെ കിട്ടും. നേരെ പുള്ളി ഡ്രൈവറായിട്ട് കയറിപ്പോയി. അതൊക്കെ പോയി. നിങ്ങൾ പുതിയ സെക്യൂരിറ്റി നോക്കിയോ? പുള്ളി ഇപ്പൊ രക്ഷപ്പെട്ട് ഇപ്പൊ പോയി. പുള്ളിക്ക് 19,000 ശമ്പളം. ഹലോ മിസ്റ്റർ രസം. ഹലോ. തനിക്ക് ഞാൻ ഡ്രൈവറുടെ ജോലിയും മേടിച്ചു കൊടുത്തിട്ട് പിന്നെ താൻ ഈ കുപ്പായി വിട്ടുണ്ട് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം. അല്ല സംഭവം തന്നെ ഞാൻ ഇവിടുത്തെ ജോലിയും വേണ്ടെന്ന് വെച്ച് ഈ യൂണിഫോം ഒക്കെ അഴിച്ചു കൊടുത്തൊരു നടി ഡ്രൈവറായിട്ട് പോയി. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് നേരെ വല്ലാത്ത ചതിയായി പോയത്. എന്ത് എങ്ങനെ പോയത്? ജീവിതം നോക്കണം. ഞാൻ എന്റെ പേര് മാറ്റിയതിന്റെ കുഴപ്പമുള്ളത് എനിക്ക് രക്ഷപ്പെടണം. അതിന് ഞാൻ പുള്ളിയുടെ സഹായം തേടി. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ ചീറിപ്പറിഞ്ഞു പോവാ. അപ്പൊ നേരെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കാണാ ഒരു പോസ്റ്റ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നു റോഡേ. ആ കണ്ടമാന ഹോൺ അടിക്കുന്നു. ഇത് മാറി തരി കൂടെ. അതെ അത് ട്രാൻസ്ഫോമർ ആണ്, അല്ലാണ്ട് ട്രാൻസ്പോർട്ട് ബസ് അല്ല മാറി തരാനായിട്ട്. അപ്പൊ പണി ആർക്ക് കിട്ടി? ആ ട്രാൻസ്ഫോമറിന് കിട്ടി. കൊണ്ടിടിച്ച് കയറ്റി കൊടുത്തിയേ. എന്നിട്ട് വണ്ടി നിന്ന് കത്തുന്നു, ട്രാൻസ്ഫോമർ നിന്ന് കത്തുന്നു. അങ്ങനെ അവസാനം ആൾക്കാർ കൂടി പോലീസ് കൂടി വിഷയമായി എന്നെ പിടിച്ച്. അപ്പൊ പിടിച്ച് എന്റെ പേര് പറയണ കാര്യം പറയണം വിഷയമായി. അപ്പൊ ഉടനെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾ എന്റെ പേര് മാറ്റി തന്നതിന്റെ ഗുണം അപ്പോഴെനിക്ക് മനസ്സിലായി. കേട്ട അത്ഭുതങ്ങൾ കേട്ടെ, ഞാൻ പേര് മാറ്റി കൊടുത്തതിന്റെ കാര്യങ്ങൾ കേട്ട അത് അത്ഭുതം എന്ന് പറയട്ടെ. അത് ഭയങ്കര സംഭവം. അതായത് ഞാൻ അപ്പോഴും ഉടനെ എന്റെ പേരങ്ങ് മാറ്റി പറഞ്ഞു. അതായത് മുസ്തഫ എന്നും പറഞ്ഞില്ല, മുസ എന്നും പറഞ്ഞില്ല, പിന്നെ ഏതാ പറഞ്ഞത്? രസലയ കുമാർ. വെരി ഗുഡ്. അതെന്റെ പേരല്ലേ? പേര് നീ എന്ത് ചതിയാടാ കാണിച്ചത്? എനിക്കെതിരെ കേസ് വരൂല്ലേ? ആ മരണം പിന്നെ മര്യാദയ്ക്ക് ഞാൻ ഇവിടെ സെക്യൂരിറ്റിയും പണി ചെയ്തതിന് എന്നെ അവിടെ ഡ്രസ് ഊരി എന്റെ ജോലിയും കളഞ്ഞ് ഞാൻ ഡ്രൈവർ പണിക്ക് പറഞ്ഞു വിട്ട്. ഒന്നാം എനിക്ക് ലൈസൻസ് പോലും ഇല്ല. അറിയാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞതാ. പിന്നെ എന്നെ ലൈസൻസ് എന്തോടെ പറയുന്നത്? അപ്പൊ നിന്നെ പോലീസ് പിടിക്കണം. ഒരു മിനിറ്റ് പൊന്നു കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാവരും കൂടി ഒരു പേര് റെഡിയാക്കി തരുമോ? എന്റെ പേര് മാറ്റാനാ. അല്ലെങ്കിൽ എനിക്കിപ്പോ കേസാവോ? ഒന്ന് പ്ലീസ് എല്ലാവരും കൂടി ഒന്ന് കൈകാര്യം പിടിച്ച് റെഡിയാക്കുക. സുമേഷ കൊല്ലും ഞാൻ. ആദ്യം കൊല്ലും. സുമേഷ് അല്ല, ശശി. പേരെന്ന് പറഞ്ഞ് ഈ ഏരിയ കണ്ടു. അല്ല ഞാൻ മമ്മൂട്ടിയുടെ പേര്. അപ്പൊ ഡ്രൈവർ ഇല്ല. ഇനിയിപ്പോ ഞാനിവിടെ കാണും. എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതെ, ചുമ്മാ അങ്ങ് കവിത ഒന്നും എഴുതിയ പോരാ, ഈ കവിതയോട് പ്രണയം വേണം. കവിതയോട് മാത്രല്ല, എന്റെ സ്കൂളിലെ എല്ലാ പെൺപിള്ളേരോടും എനിക്ക്. കോമഡി സൂപ്പർ നൈറ്റ്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു. നിന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മ ശിഖരത്തിനൊരു കൂടു തന്നു. ഇതൊരു ജാതിക്കുള്ള ആളുണ്ടല്ലോ. നീ കവിത എഴുത്തൊക്കെ തുടങ്ങിയോ? പിന്നെ കവിത എഴുത്ത് തുടങ്ങിയില്ലേ? പിന്നെ എന്റെ പേര് ഇനി മുതൽ വെറും സൂരജ് എന്നല്ല. പിന്നെ വെറും സൂരജ് അല്ലാതെ എന്താണ്? പ്രശസ്ത കവി സൂരജ് തേലക്കാട്. തേയിലക്കാടോ?
തേയിലക്കാടല്ല, തേലക്കാട്. അതിന്റെ സ്ഥലമാണ്, എന്റെ സ്ഥലമാണ് അത്. സോറി സോറി. കവിത എഴുത്ത് നല്ലതാണ്. കവിത എന്നും എനിക്കൊരു ലഹരിയായിരുന്നു. ചേട്ടന് കവിത ഒരു ലഹരിയാണ്. അതെ. അതെ, ചേട്ടന് ലഹരിയായിരിക്കും. പക്ഷെ എന്റെ അച്ഛന് ലഹരി പിടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ബോട്ടിൽ റമ്മെങ്കിലും വേണം. അതെ, ചുമ്മാ അങ്ങ് കവിതയൊന്നും എഴുതിയ പോരാ, ഈ കവിതയോട് പ്രണയം വേണം. കവിതയോട് മാത്രല്ല, എന്റെ സ്കൂളിലെ എല്ലാ പെൺപിള്ളേരോടും എനിക്ക് നിന്നോടൊക്കെ പ്രണയം തോന്നി. പക്ഷെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. എടാ, നിന്റെ സൂക്കട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തേ? നിനക്ക് ഈ കവിത എഴുതാനും പണ്ടാർത്തിനുള്ള നീ വന്നത്. ഇവരെ സൈറ്റ് അടിക്കാൻ വന്നത്. അല്ലല്ല, അങ്ങനെ പറയരുത്. ഞാനൊരു നിമിഷ കവിയാണ്. ഞാനിപ്പോ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ എഴുതിയ 2 വരികളാണ്. ഒരു വരിയുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ കവിതയുടെ പേര് കാഞ്ചന സീത. കാഞ്ചന സീത കവിതന്റെ പേര്. കാഞ്ചന സീത 2 ആഴ്ച മഞ്ഞ് കൊണ്ട്. അയ്യോ, മഞ്ഞ കൊണ്ടേ. കാഞ്ചന സീത 2 ആഴ്ച മഞ്ഞു കൊണ്ട്. അതൊരു കാവ്യ ഭംഗിയാണ് അത്. ഈ കവിത. എടാ, ഈ കവിതയിൽ എവിടെ വൃത്തം? വൃത്തം വൃത്തം ഇല്ല അല്ലേ ഈ കവിതയ്ക്ക്? ഇല്ല, വൃത്തമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ടോപ്പ് സീതയ്ക്ക് നമുക്കൊരു വൃത്തം ഇട്ട് കൊടുക്കാം. സീതയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സീതയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോ ഈ കാഞ്ചനയ്ക്ക് ചിലപ്പോ കോംപ്ലക്സ് അടിച്ച് ആകെ ഈഗോ ക്ലാഷ് ആയി ആകെ പ്രശ്നം. അപ്പൊ നമുക്ക് കാഞ്ചനയ്ക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഒരു വൃത്തം ഇട്ട് കൊടുത്തു. മുടി മുറിച്ച ചേച്ചി, ഇതൊക്കെ സുഖല്ലേ? നമുക്ക് ഈ മഞ്ഞിന് ഒരു വൃത്തം കൊടുത്താലോ? ഇട്ടെടുത്തു. സൂരജിന്റെ ഇഷ്ടം. അയ്യോ, മഹാകവി സൂരജിന്റെ ഇഷ്ടം. സൂരജ് തേലക്കാട്. തേലക്കാട്. അപ്പൊ 3 വൃത്തമുണ്ട്. ഇപ്പൊ എന്റെ കവിതയിൽ 3 വൃത്തമുണ്ട്. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ വൃത്തം. നിന്നെ സമ്മതിച്ചു സൂരജ്. ശരിക്കും നീ എന്നാ കവിത എഴുതാൻ തുടങ്ങിയത്? കവിത എന്റെ ഫസ്റ്റ് കവിത. നിന്റെ ഫസ്റ്റ് കവിത എന്താ? ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ എവിടെ എഴുതിയോ? എന്റെ സ്കൂളിൽ വെച്ച്. എന്റെ പ്രിയപ്പെട്ടവളെ. ഇവിടെ ഒരു തെറ്റുണ്ടല്ലോ, ഒരു വെട്ടൊക്കെ. അത് ആദ്യം മഞ്ജു എന്നായിരുന്നു. അത് ഞാൻ വെട്ടി. അവള് എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, അത് റിജക്ട് ചെയ്തു. അപ്പൊ ഞാൻ മഞ്ജു വെച്ചിട്ട് ഞാൻ വളയെ ചേർത്തു. എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു, യു ലവ് മീ. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ക്വസ്റ്റ്യൻ മാർക്കോ? അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ആരും കൈകടത്താൻ. ഞാൻ കാത്തിരിക്കും സ്കൂൾ വിടുമ്പോൾ. ശരിക്കും ഇത് കവിതയൊന്നുമല്ല, എന്റെ പ്രണയലേഖനമായിരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. അപ്പൊ നീ ലവ് ലെറ്റർ ആണ് എഴുതുന്നത്, കവിത എഴുതാനൊന്നും നിനക്കറിഞ്ഞില്ല. പിന്നെ ആരും ഇവിടെ കവിയായിട്ട് ജനിക്കുന്നില്ല. സാഹചര്യം അവനെ കവിയാക്കുകയാണ്. ഓക്കേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഹലോ ഹലോ, മഹാകവി സൂരജ്, ഇങ്ങോട്ട് വാ. അതെ, പോകുമ്പോ ഈ മഹാകാവ്യവും ഈ പെന്നിന്റെ ടോപ്പും കൂടെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ. പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതം പീലിതന്നു. കോമഡി സൂപ്പർ നൈറ്റ്. എന്തായാലും സൂരജും കൊള്ളാം, മഹാകവി സൂരജിന്റെ കാവ്യവും കൊള്ളാം. ഈ ആനന്ദ് എന്നുള്ള സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ഇതുവരെ ഇറങ്ങാത്തൊരു പാട്ടാണ്, പയ്യെ വീശും കാറ്റിൽ എന്നുള്ള പാട്ടാണ് എന്റെ ഫേവറേറ്റ്. എല്ലാവർക്കും അതാണോ? മെജോറിറ്റി അതാണല്ലോ. എനിക്ക് ഖുലേ റസ്തോം പേ എന്ന് പറഞ്ഞ പാട്ടാണ്. ഏതാ? ഖുലേ റസ്തോം പേ, ഒരു ഹിന്ദി സോങ് ഉണ്ട്. അതാണ് കൂടുതൽ ഇഷ്ടമല്ലേ? ഈ കൂട്ടത്തിൽ ആരാ പാടുന്ന ആള്? അന്നക്ലി നല്ലോണം പാടും. അപ്പൊ ഞങ്ങക്ക് വേണ്ടി പാടുവോ? നിലവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ, മൂതരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം, അതിലൊന്നിച്ചു സഞ്ചാരമായി അണഞ്ഞിടാതുള്ളിൽ കൊതിച്ചതും മറന്നുവോ.
പാടുന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും സിംഗറാണോ? സിംഗർ അല്ലേ, ഞാൻ സംഗീതം കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാടും, സംഗീതം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ പടം എല്ലാവരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും ടിക്കറ്റ് തന്നെ കിട്ടാനില്ല. നമുക്ക് ട്രെയിലർ ഒന്നുകൂടെ കണ്ടാലോ? ട്രെയിലർ ഒന്നുകൂടെ കാണാം. ട്രിപ്പ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ട്രിപ്പ്. കുടുംബത്തിൽ പിറന്ന കോളേജൊക്കെ 10-15 ദിവസം ആയി കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെ കോളേജ് ആകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? ഒരു ഫോർട്ട്, ഒരു പാലസ്, ഒരു മ്യൂസിയം. എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞു? എനിക്ക് അവളോടൊന്ന് മിണ്ടണം. വഴി തിളങ്ങുന്നേ, മനമൊരുങ്ങുന്നുണ്ടേ, കൺ തുറക്കുന്നേ, ഇനി ആനന്ദമേ. അങ്ങനെ കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുന്ന ഈ ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും എന്നെ കിട്ടില്ല. അവൾക്ക് ഒടുക്കത്തെ സ്ഥാപനടാ. ആമ്പിള്ളേരായ നട്ടല് മിണ്ടരുത്. ഇതങ്ങനെ സാധാരണ പെണ്ണുന്നല്ലടാ. ഷീ ഈസ് ഡിഫിക്കൾട്ട്. 20 വർഷം കഴിഞ്ഞു ഇതേ സ്ഥലത്ത് നമ്മളെല്ലാവരും എത്തും. ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തത്? അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയല്ലേ? 15 വർഷമായില്ലടാ. എന്റെ മനസ്സ് പറയും ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. ആ എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. കൺഗ്രാറ്റ്സ് ഡയറക്ടർ. ഇങ്ങനെ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റും കാണാൻ ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. ഹലോ ഹലോ തിരിച്ചു വന്നോ? ഹലോ ഹായ്. ഇപ്പൊ ഇങ്ങനെ അറ്റത്ത് നിൽക്കുമ്പോഴത്തേനെ നമ്മൾ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ചെന്നിരിക്കുമ്പോൾ ട്രെയിനിന്റെ ഏറ്റവും ബാക്കി പോയിക്കത്തില്ല. ആ ഒരു ഇങ്ങനെ കിടക്കുന്ന അങ്ങ് വരാം, ഞാൻ അങ്ങ് വരാം. ചേട്ടന്റെ ജോലി തിരിച്ചു കിട്ടിയോ? അത് ഞാൻ നേരത്തെ എടുത്തില്ല, ഞാൻ തിരിച്ചു തരുമല്ലോ, ഇങ്ങനെ എടുക്കുവാ ഞാൻ. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ വന്ന ആനന്ദം ടീമിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ വെറും ആനല്ല, പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനക്കുട്ടൻ. ഒരാളെ കിട്ടിയപ്പോ അപ്പോ കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ വന്ന ആനന്ദം ടീമിന് പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനക്കുട്ടൻ. ബഹളം ഉണ്ടാക്കുന്നത് ഒരു ആനയെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് ആനന്ദ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആന എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തത്? അതെങ്കിൽ ഞാൻ തരാം. എന്റെ പടച്ചമ്പരാനും തരാം എനിക്ക് വേണം. അതൊന്ന് കൊടുത്തേക്ക് മുസ്തഫാക്ക. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കയ്യിരിക്കും, ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോ തരുമെന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ ഇവിടെ അല്ലേ മുസ്തഫാക്ക അങ്ങ് കൊടുത്തേക്ക്, പാവല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് കുഴപ്പമില്ല, താഴെയിട്ട് പൊട്ടിച്ചാൽ വേറെ ആനക്കുട്ടനെ കൊടുത്തപ്പോഴും പെൺകുട്ടികളെ കയ്യിലാ കൊടുത്തത്. പടം ആനന്ദം സംഭവം എല്ലാം അറിയാം. ഞാൻ മറ്റേ വന്ന തിരക്കായി പോയി, അതുകൊണ്ടാണ്. പടം കാണണം. ഹലോ ഓക്കെ. അപ്പൊ ആനന്ദോ വലിയൊരു വിജയമാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഓൾറെഡി വലിയ ഹിറ്റാണ്. ഇനി ഈ വേദിയിൽ നിങ്ങൾ എല്ലാവരും വലിയ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ വരുന്നു വിചാരിക്കുന്നു. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.